നമസ്കാരം കൃഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ അണ്ടർ എഞ്ചിൻ 5.2.1ൻ്റെ ഒരു ബേസിക് ട്യൂട്ടോറിയൽ പറയാൻ പോവാണ്. അപ്പോൾ ബേസിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിനേക്കാളും ബേസിക്കായി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ മാക്കിലാണ് ഇൻസ്റ്റാൾ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് റൺ ആവുന്നില്ലാത്തൊരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സ് കോഡ് എന്നുള്ള ആപ്ലിക്കേഷൻ്റെ എററാണ് വരുന്നതെങ്കിൽ എക്സ് കോഡ് നിർബന്ധമായിട്ടും ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. എക്സ് കോഡ് ഇല്ലാതെ ഈ അൺറിയൽ എഞ്ചിന് വർക്കാവില്ല. അതുപോലെ വിൻഡോസിലാണെങ്കിൽ അത് C++ വെച്ച് ഓട്ടോമാറ്റിക്കലി വർക്ക് ആയിക്കോളും, അവർക്ക് ഇഷ്യൂ വരില്ല. മാക് യൂസേഴ്സിന് മാത്രമേ ഈ പ്രശ്നം വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിലെ ലിങ്ക് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഡെസ്കിൻ്റെ അടുത്ത് അൺറിയൽ എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും കേട്ടോ. ബേസിക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ലോഞ്ച് ചെയ്യാൻ പോവാണ്. 5.2.1 എന്നുള്ളൊരു വേർഷൻ ലോഞ്ച് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് വേറെ വേർഷൻസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ബട്ടൺ ഇട്ട് ഇവിടേക്ക് ആഡ് ചെയ്യുക. അതുപോലെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. മാർക്കറ്റ് പ്ലേസിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ആസറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ക്യാഷ് കൊടുത്തും ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ ഫ്രീ കണ്ടോ, ഈ ഫ്രീൻ്റെ അകത്ത് പെർമനൻ്റ്ലി ഫ്രീ എന്നുള്ള കണക്ഷൻ ഇത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പെർമനൻ്റ്ലി ഫ്രീ ആയിട്ടുള്ള ആസറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേജ് ഉണ്ട്, 2, 3, 4 എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേജുകളുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ലോഞ്ച് ചെയ്യാം അല്ലേ. ഞാനിവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോ. ഇപ്പോൾ നിങ്ങൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇനീഷ്യലൈസേഷൻ എന്ന് കാണിച്ചിട്ട് 35-45 ഓരോ ഷെയ്ഡേഴ്സ്, 35%, 45%ഒക്കെ ഷെയ്ഡേഴ്സ് കമ്പയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം എടുത്തിട്ടാണല്ലേ ഓണാവുക. അതിങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ആ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പ്രൊജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യുക, ഇവിടെ ഗെയിമിൽ വരിക, ബ്ലാങ്ക് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ പേര് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ റേ ട്രേസിംഗ് ഒക്കെ ഓൺ ആക്കി ഇടുക, ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ പ്രൊജക്റ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 45-35 ഷെയ്ഡേഴ്സ് കമ്പയറിംഗ് നിർബന്ധമായിട്ടും വരുന്നതാണല്ലേ. അതൊന്നും ഇല്ലാതെ ഇത്ര ഫാസ്റ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ചെറിയ സെറ്റിങ്സിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് സ്ക്രിപ്റ്റിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ആ ഒരു സംഭവം സെറ്റ് ആവും കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള പ്രൊജക്റ്റ് കിട്ടുക അല്ലേ. എല്ലാവർക്കും ഇതേപോലെ പ്രൊജക്റ്റല്ലേ കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ആദ്യം തന്നെ ഇതിനൊന്ന് കറക്കി നോക്കാം അല്ലേ. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾട്ട് ബട്ടൺ മാക്കിലാകുമ്പോൾ ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഒന്ന് നീക്കി നോക്കിയേ. ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് മൊത്തം ഏരിയ കാണാൻ പറ്റും. ഇനി ആ ആൾട്ട് ബട്ടൺ ഒന്ന് വിട്ടിട്ട് ഓപ്ഷൻ ബട്ടൺ ഒന്ന് വിട്ട ശേഷം ജസ്റ്റ് മൗസ് കൊണ്ട് ഒന്ന് ഇങ്ങനെ ഇറക്കി നോക്കിയേ. അപ്പോൾ വേറൊരു ടൈപ്പിൽ റൊട്ടേഷൻ, ഈ ഒരു ടൈപ്പിൽ മാത്രമുള്ള റൊട്ടേഷൻ കിട്ടും. അതായത് താഴേക്കും മേലേക്കും ഇല്ല, മുന്നോട്ടേക്ക് ബാക്കോട്ടേക്ക്, റൈറ്റിൽ ലെഫ്റ്റിൽ. ഓക്കെ അല്ലേ. ഇനി മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ, കണ്ടോ, മേലോട്ടേക്ക് താഴോട്ടേക്ക്, അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട്, കണ്ടോ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അതേ ഓപ്ഷൻ തന്നെ ആൾട്ട് കീ ഓപ്ഷൻ കീ പ്രസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് നോക്കിയേ. ബാക്കോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് ഉന്തി കഴിഞ്ഞാൽ ബാക്കോട്ടേക്ക്, ഇങ്ങനെ നമുക്ക് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ടും ഇല്ലാണ്ട് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും മാത്രം ഇങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇതേ ഓപ്ഷൻ നിങ്ങൾക്ക് കീബോർഡിലെ കീ ബട്ടൺസ് യൂസ് ചെയ്തും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പ് ആരോ, ലെഫ്റ്റ് ആരോ, റൈറ്റ് ആരോ, അപ്പ് ആരോ, ഡൗൺ ആരോ, ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പേജ് അപ്പിൻ്റെ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ മേലോട്ടേക്ക് പൊങ്ങും, പേജ് ഡൗണിൻ്റെ ബട്ടൺ താഴേക്ക് നീങ്ങും. ഓക്കെ അല്ലേ. പേജ് അപ്പും പേജ് ഡൗൺ ഒക്കെ അല്ലേ കീബോർഡിൻ്റെ അകത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ഡിലീറ്റിൻ്റെ ഏരിയയിലായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് നേരെ ഇവിടെ 3 ഐക്കൺസ് ആണുള്ളത്. ഈ 3 ഐക്കൺസ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത് നോക്കാം അല്ലേ. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ ഒരു ബട്ടൺ കണ്ടോ, പ്ലസ് അല്ലാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആസറ്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന് ഷേപ്സ് ഇതാക്കുന്ന ക്യൂബ്, സ്ഫിയർ, ഇങ്ങനെ ഒരുപാട് ഷേപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യൂബിനൊന്ന് ആഡ് ചെയ്തിട്ട് ആ ബട്ടൻ്റെ ഫംഗ്ഷൻസ് കൊണ്ട് കാണിച്ചു തരാം. ക്യൂബിനെ ആഡ് ചെയ്യുക അല്ലേ. ക്യൂബിനെ ആഡ് ചെയ്തു. അപ്പോൾ ഈ ക്യൂബ് ഓൾറെഡി ഈ ഒരു പൊസിഷനിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വന്ന് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് താഴേക്കൊക്കെ നീക്കാൻ വേണ്ടിയിട്ടുള്ള ആരോകൾ നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇതൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്കാണോ നോക്കുക, അല്ലെങ്കിൽ W ഇല്ലേ, കീബോർഡിൽ W ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. അത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആരോ ഒക്കെ കിട്ടും. അപ്പം ജസ്റ്റ് താഴേക്ക് വലിച്ചിട്ട് നമുക്ക് എവിടേക്കെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ താഴേക്ക് മേലേക്ക് മുന്നോട്ട് ബാക്കോട്ട് ഇങ്ങനെ പൊസിഷനിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനാണ് ആ കീകൾ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ബേസിക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലായി. ഇനി റൊട്ടേഷൻ ചെയ്യണമെങ്കിൽ ഈ ആണ് ഷോർട്ട് കട്ട്, ഈ ഒരു ബട്ടണാണ്. ഈ പ്രസ് ചെയ്യുക, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. ഇപ്പം നോക്കിയാൽ W പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ നീക്കാം, ഇങ്ങനെ നീക്കാം, മേലോട്ട് നീക്കാം. പക്ഷേ നേരെ എൻ്റെ അടുത്തേക്ക് ബാക്കോട്ട് ഞാൻ എങ്ങനെ കൊണ്ടുവരും അല്ലേ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് അല്ലേ. അത് നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ, നേരെ ഈ ഒരു ബട്ടൺ കണ്ടോ നിങ്ങളുടെ, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഗ്ലോബിൻ്റെ ഐക്കൺ വരും. ഗ്ലോബിൻ്റെ ഐക്കൺ വന്നാൽ നോക്കിയാൽ നേരെ ബാക്കോട്ടേക്കും അതുപോലെ ഇങ്ങോട്ടേക്കും നീക്കി വെക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഈ ഒരു എഡ്ജിലാണ്. പിന്നെ കണ്ടോ, എഡ്ജ് ബേസ് നീക്കാൻ പറ്റും. ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ എങ്ങനെയായി, എഡ്ജ് ബേസ് അല്ലാതെ സെൻറ്റർ ബേസിൽ, എൻ്റെ സെൻറ്ററിൽ എങ്ങനെയാണോ അതുപോലെയാണ് മൂവ് ചെയ്യുക. ഇത് ഓണായി കഴിഞ്ഞാൽ അതിൻ്റെ കോർണർ
എഡ്ജ് ഭാഗത്തേക്കാണ് നീങ്ങുക. ഓക്കെ അല്ലേ? അതിന് 2 ഓപ്ഷന് നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകണം അതിൻ്റെ റൊട്ടേഷൻ കഴിഞ്ഞ ശേഷം വരയ്ക്കണം. കണ്ടോ, 6 ഷോർട്ട് കട്ട്. നമുക്കിതിൻ്റെ വലിപ്പം ഇങ്ങനെ നീളം വെപ്പിക്കാം. ഇങ്ങനെ കുത്തനെ ഒരു മതിലും ചുമരൊക്കെ ഉണ്ടാക്കാൻ നമ്മളിതുപോലെയാണ് ചെയ്യുന്നത്. ബോക്സ് ക്രിയേറ്റ് ചെയ്യണം ഇങ്ങനെ, ഒരു മതിൽ ക്രിയേറ്റ് ചെയ്യണം ഇങ്ങനെ, അതുപോലെ ഒരു തൂണാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ തൂണായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു രൂപം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് വെച്ച് നമുക്കൊരു വീട് വരെ ഉണ്ടാക്കട്ടോ. ആ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാൻ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ 3-4 ഐക്കൺസ് ഉണ്ടോ, ഇതൊക്കെ ഓഫാക്കി ഇടുന്നതായിരിക്കും നന്നാവുക. അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ W പ്രസ് ചെയ്ത് ഈ ഒരു ഐക്കൺ എടുത്തു. പിന്നെ പിവോട്ട് നട്ടോ, നമ്മൾ ഈ സമയത്തിന് പറയാം പിവോട്ട്. ഓക്കെ, ഈ പിവോട്ടിനെ ഞാൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത് അതിങ്ങനെ മൂവ് ആണില്ലേ ഫ്രീ ആയിട്ട്. അതിന് പകരം ഞാൻ ഇതൊന്ന് ഓൺ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 1000 കണ്ടോ, അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് നീക്കുന്നവരെ കണ്ടോ, നീങ്ങുന്നില്ല. ഒരേ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞ് 1000 എന്നുള്ളൊരു ഏരിയ ഉണ്ടോ, മീൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു മീറ്റർ കണക്ക് പറയുകയാണെങ്കിൽ 1000 എന്നുള്ള ആ ഒരു മീറ്റർ നീങ്ങുമ്പോഴേ ഇത് ജമ്പ് ആവുള്ളൂ. കണ്ടോ, അപ്പോൾ എനിക്ക് കൃത്യമായിട്ടൊരു 10 മീറ്ററാണ്. ഇതിൻ്റെ കണക്ക് എത്ര മീറ്റർ ബേസിലാണോ അറിയില്ല. ആ 10 എന്നുള്ള ലെങ്ത് ഇങ്ങോട്ടാണ് നീക്കേണ്ടത്. കണ്ടോ, 10 10 10 10 ഇത് നീങ്ങുള്ളൂ. ഓക്കെ അല്ലേ? അതിന് പറഞ്ഞാൽ ഞാനൊരു 100 കൊടുത്തു. അപ്പോൾ അത് 100-ലേ നീങ്ങുള്ളൂ. കണ്ടോ കണ്ടോ, ചാടി 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 പോകണം. കണ്ടോ, അതുപോലെയാണ് നേരത്തെ പറഞ്ഞ പോലെ 500 ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കണ്ടോ, അത്രയും ലെങ്ത്തിൽ മാത്രമേ, അതായത് ചെറിയ ഏരിയയിലേക്കൊന്നും നീക്കി വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്തിടാം. അടുത്ത ഇവിടെ കണ്ടോ, ഒരു ആംഗിൾ സെയിം ആണ്. ഇത്ര 10 ഡിഗ്രിയിൽ മാത്രമേ അത് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത്രയും ഡിഗ്രികളിൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഓണായിട്ടാൽ അതാണ് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ലെങ്ത്ത് കൂട്ടാൻ. ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകയാണ്. നോക്കിക്കോ, ഇപ്പോൾ കണ്ടോ, ഒരു ജമ്പ് ചെയ്ത് പോകുന്നത് അത് കുറച്ചുകൂടെ മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിലിട്ടു. ഇപ്പോൾ നോക്കിക്കോ, കുറച്ച് വലിച്ചാൽ വരില്ല. ഇപ്പോൾ കണ്ടോ, കറക്റ്റ് ചെറിയ മൂവ്മെൻറ്റ് കിട്ടണ്ടേ. ഇവിടെ നേരെ തിരിച്ചാണ്, താഴേക്കല്ല മേലേക്കാണ് പോകുന്നത്. 10-ലേക്ക് ഇട്ടാൽ നോക്കിക്കോ, പിന്നെ മൂവ് ചെയ്യണേ. ആ 10 സെൻറ്റിമീറ്ററോ മീറ്ററോ ആ ഒരു കണക്കിൽ വരുമ്പോൾ മാത്രമേ, ആ ഒരു യൂണിറ്റിൽ വരുമ്പോൾ മാത്രമേ ഇത് വലുതാവുള്ളൂ. കണ്ടോ, അത്രേ ഇത് വലുതാവുള്ളൂ, 10 ആ ഒരു സെക്ഷനിലേക്ക്. അപ്പോൾ ഇത് തൽക്കാലം ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെറിയ അറേഞ്ച്മെൻറ്റൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്തത് ക്യാമറയാണ്. ക്യാമറയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് അത് തൽക്കാലം നിങ്ങൾ നോക്കണ്ട. അടുത്തൊരു പോയിന്റ് ഉണ്ടോ, ഈ ഒരു പോയിന്റ് ഉണ്ടോ, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ, ഇത് ബാക്ക് വ്യൂ, റൈറ്റ് വ്യൂ, ടോപ്പ് വ്യൂ, ഇങ്ങനെയുള്ള വ്യൂ, ഇങ്ങനെ 4 വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഐറ്റത്തിൻ്റെ. അപ്പോൾ നമുക്ക് 4 വ്യൂ പോർട്ടിലായിട്ട് കാണാൻ വേണ്ടി അത് പറ്റൂലേ. ഇനി ഇതിനെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഷോ എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിൽ എന്തൊക്കെ കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ടിക്ക് ചെയ്ത് ഓഫാക്കിയിട്ട്. അതുപോലെ ലിസ്റ്റ് എന്ന് കണ്ടോ, ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ നമുക്ക് വയർ ഫ്രെയിം ആയിട്ടൊക്കെ കാണണമെങ്കിൽ, വയർ ഫ്രെയിം ഒക്കെ അറിയാലോ, ഇങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ വയർ ഫ്രെയിമാണ് ഈ കാണുന്നത്. അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വയർ ഫ്രെയിം എന്നൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടണ്ട, ഇങ്ങനെ സാധനങ്ങളാണെന്ന് ഇനി മുന്നോട്ട് കേൾക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ ഓരോരോ ടൈപ്പിലുള്ള വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ലിറ്റിൽ എന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഡിഫോൾട്ട് വ്യൂ പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ സിനിമാറ്റിക് വ്യൂ പോർട്ട് എന്നുള്ള ഓപ്ഷനുണ്ട്. ഈ 2 ഇട്ട് സിനിമാറ്റിക് വ്യൂ പോർട്ടിൽ കുറച്ചും കൂടെ വേറെ ടൈപ്പിലാണ് വരിക. അപ്പോൾ നമ്മൾ കൂടുതൽ പെർസ്പെക്റ്റീവിൽ ഇട്ടിട്ടാണ് എഡിറ്റ് ചെയ്യുക അല്ലേ. പെർസ്പെക്റ്റീവിലിട്ടു ഇങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ ക്യൂബിനെ കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്യൂബിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ക്യൂബിലേക്ക് വരും. ഇതൊരു ബേസിക്കാണ്. ഇനി നമുക്ക് ഇതിന് ടെക്സ്ചർ കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ടെക്സ്ചറുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സൈറ്റിന് ഡൗൺലോഡ് ചെയ്യുക, വെബ്സൈറ്റിന് ഡൗൺലോഡ് ചെയ്യുക, എവിടെ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു ടെക്സ്ചർ എന്തെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. നോക്കിയോ, എന്തെങ്കിലും ഒരു ടെക്സ്ചർ, ഈ ഒരു ടെക്സ്ചറിനെ ഞാനിപ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ അകത്തേക്ക് എനിക്ക് ആഡ് ചെയ്യണം. ഈ ഐസ് പോലത്തെ ഒരു മെറ്റീരിയൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ഫോൾഡറിൻ്റെ അകത്ത് ഉണ്ടാവില്ലേ, ഡൗൺലോഡ് ഫോൾഡർ വരിക. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ട്. ഇതിനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ, ഇവിടെ നമുക്ക് കണ്ടൻറ്റ് ബ്രൗസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടൻറ്റ് ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ഈ കണ്ടൻറ്റ് ബ്രൗസറിൻ്റെ അകത്തേക്ക് എനിക്ക് ആ ഒരു ഫയലിനെ ആഡ് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, ഇവിടെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇട്ടാൽ മതി. കണ്ടോ, ഇനി ഈ കണ്ടൻറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ പിക്ചറിനെ എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പിക്ചറിനെ എനിക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കിക്കോ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ ഇവിടെ കുളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മെറ്റീരിയൽസ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതിലൊരു മെറ്റീരിയൽ ഇവിടെ വൈറ്റ് മെറ്റീരിയലാണുള്ളത്. ഇതിലൊന്ന് ക്ലിക്ക്, ഇത് തൊട്ടിപ്പുറത്തായിട്ട് അതിൻ്റെ പേരൊക്കെ എഴുതിയില്ല, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ കാണാൻ പറ്റും. ഞാൻ അതിലൊരു മെറ്റീരിയൽ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയോ, കണ്ടോ, ആ ഒരു മെറ്റീരിയൽ ഒരു മരം പോലെ കണ്ടോ, ഒരു പഴയ പൂപ്പ് പിടിച്ചൊരു മരം പോലെ ആയില്ലേ. സിമ്പിളാണ് അല്ലേ. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇതിൻ്റെ കൂടെ വരുന്ന കുറേ മെറ്റീരിയൽസ് ആണ്. കുറച്ച് മെറ്റീരിയൽസൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച കൂടുതലും വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് റോക്കിൻ്റെ ഒരു മെറ്റീരിയൽ ആഡ് ചെയ്തു. കണ്ടോ, ഇത് അപ്ലൈ ആയിട്ടില്ല, അപ്ലൈ ആകാൻ ഇത്തിരി ടൈം എടുക്കണ്ടോ, അപ്ലൈ ആയി. കണ്ടോ, ഇപ്പോൾ നല്ലൊരു പുതിയ മരം പോലെ ആയില്ലേ, ഈർന്നിട്ടൊരു തെങ്ങിൻ്റെ ഒക്കെ ഒരു തടി കഷ്ണം പോലെ
നല്ല സ്റ്റൈലായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കിതുപോലെ ഇതിപ്പോൾ റോക്കിൻ്റെ ഒക്കെ മെറ്റീരിയലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഷേപ്പിനനുസരിച്ച് ചെറിയ മാറ്റമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. റോക്കല്ല, ഇങ്ങനത്തെ ഒരു സംഭവമാണ് നമുക്കങ്ങ് തോന്നും. കണ്ട, ഇപ്പോഴും ഒരു മരത്തിൻ്റെ ഫീൽ തന്നെയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഷേപ്പുകളുടെ പ്രത്യേകതയാണ് കുറേ. ഓക്കെയാണ്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു പുതിയ മെറ്റീരിയൽ ആഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഉള്ള മെറ്റീരിയൽ അല്ലാതെ പുതിയൊരു മെറ്റീരിയൽ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ എനിക്കിവിടെ കണ്ടൻറ്റ് ബ്രൗസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കൺട്രോൾ സ്പേസ് ആണ് മാക്കിൽ വരുന്നത്, വിൻഡോസിൽ ഏതാ വരുന്നത് അറിയില്ല. എന്തായാലും ഈ ഒരു ഐക്കൺ കണ്ടോ, ഇതിലൊന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, കൺട്രോൾ സ്പേസ് ബാർ ആണ് ഷോർട്ട് കട്ട്. നിങ്ങൾ ഇവിടെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഷോർട്ട് കട്ട് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഞാൻ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആവും. ഇനി എനിക്കിതിനെ വേറൊരു ഡോക്ക് ഒരു പുതിയ ഇത് അറ്റാച്ച് ചെയ്തിട്ടല്ലാതെ കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിതുപോലെ കണ്ടോ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് ഒരു ഫോൾഡർ പോലെ കിട്ടും. അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഡൗൺലോഡ് വെച്ച ഈ ഒരു ഐറ്റം ഉണ്ട്. ഇനി ഈ ഒരു ഐറ്റത്തിന് ഒരു മെറ്റീരിയൽ ആക്കിയിട്ട് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഇതിലിവിടേക്ക് ആഡ് ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടത്, ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് മെറ്റീരിയൽ കൊടുക്കുക. ഓക്കെ അല്ലേ, ആ മെറ്റീരിയലിന് ഒരു പേര് കൊടുക്കുക. ഇനി ഈ മെറ്റീരിയൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഐറ്റം വരും. സിമ്പിൾ അല്ലേ. ഇതാ ഈ ഒരു ഐറ്റം ഇവിടെ അപ്പിയർ ആയില്ലേ. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നോർമൽ മാപ്പിലേക്ക് ഒരു കണക്ഷന്, ബേസിക് കളറിലേക്ക് ഒരു കണക്ഷന്, അത്രയും തന്നെ കൊടുത്താൽ കുറേ ആയി. പിന്നെ വേണമെങ്കിൽ ഇവിടെ മെറ്റീരിയൽസിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഇതിൻ്റെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പേജിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടിയില്ല. ഇനി ഇതിനെന്ത് ചെയ്യണം, ഇവിടെ സേവ് കൊടുക്കുക. ഓക്കെ അല്ലേ. ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് അതിൻ്റെ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഈ ഒരു മെറ്റീരിയലിന് എനിക്ക് ഇവിടെ ഈ ഒരു ഫോട്ടോന് എനിക്കൊരു മെറ്റീരിയൽ ആയിട്ട് കിട്ടിയത് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ കിട്ടി കഴിഞ്ഞാൽ അത് അവിടെ അപ്ലൈ ആവും. നോക്കിക്കോ, കണ്ടോ ഒരു നീല കളറിൽ. അപ്പോൾ ഇങ്ങനെയാണ് മെറ്റീരിയൽസ് നമുക്ക് പുറത്തുനിന്ന് എടുത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളല്ലേ, നല്ല ഈസി വേ ആണ് അല്ലേ. ഇതുപോലെ നിങ്ങൾ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക, ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ബേസിക്കാണ്, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇനി നമ്മൾ പുതിയ ട്യൂട്ടോറിയൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഇതുപോലെ വാട്ടർ മെറ്റീരിയൽസ് ആഡ് ചെയ്യാൻ, ഫയർ ആഡ് ചെയ്യാൻ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ പോകെ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ കയ്യിലിപ്പോൾ ഫയറൊക്കെ ആഡ് ചെയ്ത് വെച്ച് നമ്മൾ ആ ഫയറൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഫയറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്യും. മുന്നോട്ടേക്ക് ഫോളോ ചെയ്ത് പോവുക അല്ലേ. ഫയർ നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ വെറുതെ ഫ്രീ ആയിട്ട് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.